നമസ്കാരം. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ, ആ വ്യക്തി അതിനേക്കാൾ കൂടുതൽ നിങ്ങളെ ഇഷ്ടപ്പെടാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇതിൽ പറയുന്ന പോലെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടും. അത് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യുക. ഇത് എല്ലാവർക്കും പറ്റുന്ന ഒരു തെറ്റാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു 4 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് ഒന്നും ആയില്ലല്ലോ എന്ന് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും അത് കൂടുതൽ കൂടുതൽ സമയം പിടിക്കാതെ അല്ലെങ്കിൽ അത് നടക്കാതെ പോവുകയാണ് ചെയ്യുക. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഒരു സമയമുണ്ടാവും. ആ സമയം വരെ ആർക്കും കാത്തിരിക്കാനുള്ളൊരു ക്ഷമയില്ല എന്നുള്ളതാണ്. ആ സമയം ആവുന്നതിന് മുൻപേ ഈ മനസ്സിൽ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കും, എന്താണ് ഒന്നും ആവാത്തത്, ഒന്നും ശരിയാവാത്തത്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാവാത്തതും നടക്കാത്തതും. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ വിശ്വാസത്തോടു കൂടി ആ ഒരു പറഞ്ഞ സമയം, അതായത് ഈ കാര്യത്തിന് 21 ദിവസമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ 21 ദിവസം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും. അത് വിശ്വാസത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ വേണ്ടി ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കർപ്പൂരമാണ്, പച്ചക്കർപ്പൂരം. ഈ പച്ചക്കർപ്പൂരം നിങ്ങൾ രാവിലെ ഇത് ചെയ്യുന്ന ആദ്യത്തെ ദിവസം കുളിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് എടുക്കുക. ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ കുറച്ച് കർപ്പൂരം ഇടുക. കുറച്ച് കർപ്പൂരം ഇട്ടിട്ട് അതിലേക്ക് ഒരു തുളസിയുടെ ഇല ഇടുക. ഈ തുളസിയുടെ ഇല ഇടുമ്പോൾ, കർപ്പൂരം ഇട്ടതിന് ശേഷം ഈ തുളസിയുടെ ഇല ഇടുമ്പോൾ നമ്മൾ മനസ്സിൽ നല്ല രീതിയിൽ ചിന്തിക്കുക. അതല്ല, ഇത് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നമുക്ക് സാധിച്ചു കിട്ടി എന്ന രീതിയിൽ. ഇപ്പോൾ ഏതൊരു വ്യക്തിയായിട്ട് സ്നേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ നമ്മളോട് ഒരുപാട് സ്നേഹത്തിലാണ് എന്ന രീതിയിൽ വേണം നമ്മളിത് ചെയ്യാൻ. അത് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടിയതിൻ്റെ ഒരു ഫീലിംഗ് ആയിരിക്കും നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അതാണ് നമുക്ക് ആവശ്യം. അത് തുടർച്ചയായിട്ട് 21 ദിവസം നമ്മൾ ആ തുളസിയില ഇടുക. 21 ദിവസം കർപ്പൂരം ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇടേണ്ടത് ആദ്യത്തെ ഒരു ദിവസം മാത്രമാണ് കുറച്ച് കർപ്പൂരം ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തുളസിയുടെ ഇല ഇടേണ്ടത്. അത് കഴിഞ്ഞ് വരുന്ന ബാക്കി 20 ദിവസങ്ങളിലും നമ്മൾ ഈ തുളസിയില മാത്രം അതിലേക്ക് ഇടുക. അതിലിട്ട് കഴിഞ്ഞ് നമ്മൾ ആ മനസ്സിൽ അത് കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് നമ്മളെല്ലാം നമുക്ക് ഏത് രീതിയിലാണോ ആ വ്യക്തി വരണം എന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ ആയതായിട്ട് നമ്മൾ മനസ്സിൽ സന്തോഷിക്കുക. ആ വ്യക്തി എന്നിൽ നിന്ന് വിട്ടു പോകില്ല, വളരെ സന്തോഷമായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന രീതിയിൽ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഇത് ചെയ്യുക. അത് 21 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യണം. എല്ലാ ദിവസവും തുളസിയുടെ ഇല നിങ്ങളതിൽ രാവിലെ ഇടണം. അത് നിങ്ങൾ ഇടുന്നതിനനുസരിച്ചാണ്, നിങ്ങളുടെ വിശ്വാസത്തിനും കൂടി അനുസരിച്ചാണ് നിങ്ങൾക്ക് ആ കാര്യം സാധിക്കുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങളത് അത്രയും വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാവാൻ തുടങ്ങും. ആ വ്യക്തിയിൽ നിന്നുള്ള പഴയ പോലെയല്ല, ഒന്നുകൂടി അടുപ്പം കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഴയതിനേക്കാൾ കൂടുതൽ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ അത് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർവാധികം നല്ല ഒരു 5 മിനിറ്റ് എന്നുള്ളത് ഒരു 10 മിനിറ്റ് ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലത് ചിന്തിച്ചുകൊണ്ട് ആ വ്യക്തിയുമായിട്ടുള്ള ഒരു സന്തോഷകരമായ മുഹൂർത്തങ്ങൾ ആലോചിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാം. ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം നടക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരുവിധ സംശയവുമില്ല. പിന്നെ ചില ആളുകൾക്ക് ഇത് നടക്കാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംശയമാണ്. എല്ലാ കാര്യത്തിലും ചെയ്താൽ നടക്കുമോ, അതോ ഇത് വെറുതെ പറയുകയാണോ, ചെയ്ത് നോക്കാം, നടക്കുമോ, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന രീതിയിലാണ് അധികം പേരും ഇതിലേക്ക് ഇറങ്ങുന്നത്. അതെന്ത് കാര്യം ചെയ്താലും അവരങ്ങനെ തന്നെയാണ്. ആദ്യം മുതലേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു സംശയം നിലനിൽക്കും. അങ്ങനെയുള്ളവർക്ക് ഒരു കാര്യം, ഈ കാര്യം എന്നല്ല, ഇങ്ങനെയുള്ള ഒരു കാര്യം നടക്കില്ല. അവർ ചെയ്യുന്നത് വെറുതെയാണ്. അവരതിനു വേണ്ടി മെനക്കെട്ടിട്ട് കാര്യമില്ല. അവരുടെ സമയം മറ്റുള്ള കാര്യങ്ങളും നഷ്ടപ്പെടുക എന്നല്ലാതെ വേറൊരു കാര്യമില്ല. അപ്പം ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി, ഇതെന്തുകൊണ്ട് 4 ദിവസം കഴിഞ്ഞിട്ടും റിസൾട്ട് വരുന്നില്ല എന്നൊന്നും ചിന്തിക്കാതെ പൂർണ്ണതയോടുകൂടി നിങ്ങൾ ആ കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ കാര്യം നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.
അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പല ആളുകൾക്കും കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എല്ലാവർക്കും അത് സാധിക്കാത്തതെന്ന് വെച്ചാൽ ഇതാണ് പ്രശ്നം. ഇതിപ്പോൾ ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് കാര്യം നടക്കും, കുറേ ആളുകൾക്ക് നടക്കില്ല. അപ്പോൾ ഈ നടക്കാതെ വരുന്നതും നടക്കുന്നതും എന്തുകൊണ്ടാണ്? അപ്പോൾ കുറച്ച് ആളുകൾക്ക് നടന്നിട്ടുണ്ടെങ്കിൽ മറ്റവർക്കും നടക്കണമല്ലോ. അല്ലെങ്കിൽ ഇവർക്ക് നടന്നില്ലെങ്കിൽ പിന്നെ അവർക്കും നടക്കരുത്. അത് എന്താണെന്ന് വെച്ചാൽ ഈ വിശ്വാസമാണത്. നമുക്ക് ഇത് ചെയ്താൽ ശരിയാവും എന്നുള്ള വിശ്വാസം. അപ്പോൾ എല്ലാവരും ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏത് വ്യക്തിയെയും തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.